ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്രീൻ ബിൽഡിങ്ങിനെ കുറിച്ചാണ്. എന്തൊക്കെയാണ് ഗ്രീൻ ബിൽഡിംഗ് മെറ്റീരിയൽസ്, എനർജി സിസ്റ്റംസ് ഇൻ ഗ്രീൻ ബിൽഡിംഗ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ വാട്ടർ മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ് ഇൻ ഗ്രീൻ ബിൽഡിംഗ്. ഈ 3 ടോപ്പിക്കാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ അതിന് മുമ്പായിട്ടൊരു ഗ്രീൻ ബിൽഡിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്കുള്ള ഒരു ഇൻട്രഡക്ഷനാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ നമുക്കറിയാം നമ്മുടെ ഈ ഒരു കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിൽ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിൻ്റെ മാനുഫാക്ചറിങ്, അത്തരത്തിലുള്ള ഏരിയാസിലെല്ലാം നമ്മൾ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള നാച്ചുറിനെ വളരെ അധികം ഉപയോഗപ്പെടുത്തുകയും സെയിം ടൈം ഒരു വലിയ എമൗണ്ട് ഡാമേജ് ഈ ഒരു നാച്ചുറിന് കോസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് സുപരിചിതമാണ്. ജസ്റ്റ് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളൊരു മരം കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് മുറിക്കുകയാണെങ്കിൽ ആ മരത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ആവാസ വ്യവസ്ഥയിലുള്ള ഒരുപാട് ജീവജാലങ്ങളുണ്ട്. സോ അത്തരത്തിൽ നമ്മൾ ആ ഒരു മരം മുറിക്കുന്നത് വഴി നാച്ചുറൽ ഹാബിറ്റ്സ് ഒരുപാട് നഷ്ടപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസിന് ഉപയോഗിക്കുന്ന സാൻഡ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ റിവർ ബെഡും എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അത് നമ്മുടെ റിവറിന് ഡാമേജ് ചെയ്യുന്നുണ്ട്, റിവറിലുള്ള വാട്ടർ ലെവലിന് ഡാമേജ് ചെയ്യുന്നുണ്ട്. അതുപോലെ സ്റ്റോൺസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ മൗണ്ടെയ്ൻസ്, മലകളും കുന്നുകളും എല്ലാം നമ്മൾ ഉപയോഗിക്കപ്പെടുത്തുന്നുണ്ട്. അതും ഈ തരത്തിലൊരു നാച്ചുറിനെ ഡാമേജിലേക്ക് കൊണ്ടുപോകുന്നൊരു സിറ്റുവേഷനാണ്. അങ്ങനെ നമ്മൾ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പല ആക്ടിവിറ്റീസിലും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിൻ്റെ മാനുഫാക്ചറിങ്ങിനും വേണ്ടിയിട്ട് നാച്ചുറിനെ വലിയൊരു എമൗണ്ട് ഉപയോഗപ്പെടുത്തുകയും അത് വലിയ രീതിയിലൊരു ഡാമേജ്, അതിൻ്റെ നാച്ചുറൽ ബാലൻസ്ഡ് സ്റ്റേറ്റിന് വലിയ തരത്തിലുള്ളൊരു ഡാമേജിനും കാരണമാവുന്നുണ്ട്. ഇത്തരത്തിലുള്ള കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ മെറ്റീരിയൽ മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസിൻ്റെ ഒരു വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എമൗണ്ട് അല്ലെങ്കിൽ വലിയ ഒരു ഹ്യൂജ് റിലീസ് ഓഫ് കാർബൺ ആണ്. കാർബൺ ഗ്യാസിൻ്റെ എമിഷനാണ് ഇത്തരം ആക്ടിവിറ്റീസിലെല്ലാം നമുക്ക് വലിയൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് നമ്മുടെ എൻവയോൺമെൻറ്റിന് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ സ്കൂൾ ലെവലിൽ തന്നെ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇഷ്യൂ. സോ കാർബണിൻ്റെ എമിഷൻ കൂടുന്നത് വഴി ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനാണ് ഗ്ലോബൽ വാർമിംഗ് എന്നുള്ളത് നമുക്കറിയാം. ഇത് നമ്മുടെ നാച്ചുറലിലെ നോർമൽ അല്ലെങ്കിൽ ബാലൻസ്ഡ് ക്ലൈമറ്റിനെ, റെയിൻഫാൾ പാറ്റേണിനെ, അതുപോലെ തന്നെ നമ്മുടെ സീ ലെവലിൽ അല്ലെങ്കിൽ റിവറിലുള്ള വാട്ടർ ലെവൽസിനെ, അത്തരത്തിലുള്ള പല ഏരിയാസിലും നെഗറ്റീവ് ഇമ്പാക്ട്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ആസിഡ് റെയിൻസിനുള്ള ഒരു കോസ് ആയി മാറുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വളരെ കോമൺ ആയിട്ട് അറിയാവുന്ന മറ്റൊരു ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഇമ്പാക്റ്റാണ് ഓസോൺ ലെയറിന് വരുന്ന ഡിപ്ലീഷൻ, ഓസോൺ ലെയറിന് വരുന്ന ആ ഒരു തകർച്ചകൾ. സോ അത്തരത്തിൽ നമ്മുടെ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ്ങിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ട് നമുക്ക് പല തരത്തിൽ കാർബൺ എമിഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതുവഴി നമ്മുടെ നാച്ചുറിന് പലതരത്തിലുള്ള പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ആസ് ആൻ എൻജിനീയർ നമുക്ക് നമ്മുടെ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ നാച്ചുറൽ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ അനുവദിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. സോ ആ ഒരു കോൺസെപ്റ്റിൽ ആണ് നമ്മൾ ഗ്രീൻ ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു പേഴ്സ്പെക്റ്റീവിലേക്ക് എത്തിയിട്ടുള്ളത്. ഓക്കെ, സോ ഗ്രീൻ ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു സെക്കൻഡ് പാരഗ്രാഫ് നോക്കുകയാണെങ്കിൽ, have new approach to save water, energy and material resources in construction, maintenance of building and can reduce or eliminate the adverse impact of building on environment and occupants. ഗ്രീൻ ബിൽഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ അല്ലെങ്കിൽ ഒരു ഇനീഷ്യേറ്റീവ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് ഫോർ സേവിങ് ദി വാട്ടർ, വെള്ളം, അതുപോലെ എനർജി, അതുപോലെ തന്നെ നാച്ചുറൽ മെറ്റീരിയൽ റിസോഴ്സസ്, ഇവയെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്ത് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൺസ്ട്രക്ഷൻ വർക്കിലും അതുപോലെ തന്നെ ബിൽഡിങ്ങിൻ്റെ മെയിൻ്റനൻസ് സെഷനിലും എങ്ങനെ ഈ ഒരു വെള്ളം അല്ലെങ്കിൽ എനർജി മെറ്റീരിയൽസിനെ കൺസേർവ് ചെയ്യാം, പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ളത് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് പുറപ്പെടുവിക്കുന്ന കൺസ്ട്രക്ഷൻ മെത്തേഡ്സ് അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന ബിൽഡിങ്സിനാണ് ആക്ച്വലി നമ്മൾ ഗ്രീൻ ബിൽഡിങ്സ് എന്ന് പറയുന്നത്. ഇതുവഴി നമ്മുടെ ബിൽഡിങ്ങിനെ അതുപോലെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എൻവയോൺമെൻറ്റിനെ, ആ ബിൽഡിംഗ് ഉപയോഗിക്കുന്നവർ, ഇവർക്കെല്ലാം ഒരു എന്താ പറയുക നെഗറ്റീവ് ഇമ്പാക്ട്സ് മാക്സിമം ഒഴിവാക്കുന്ന രീതിയിലുള്ള ഒരു റിസൾട്ടാണ് ആക്ച്വലി നമ്മൾ ഗ്രീൻ ബിൽഡിംഗ് വഴി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഗ്രീൻ ബിൽഡിങ്ങിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഡെഫിനിഷനാണ് താഴെ കാണിച്ചിട്ടുള്ളത്. ഗ്രീൻ ബിൽഡിംഗ് ഈസ് വൺ വിച്ച് യൂസ് ലെസ് വാട്ടർ, ഒപ്റ്റിമൈസ് എനർജി എഫിഷ്യൻസി, കൺസേർവ് നാച്ചുറൽ റിസോഴ്സസ്, ജനറേറ്റ്സ് ലെസ് വേസ്റ്റേജ്
ആൻഡ് പ്രൊവൈഡ് ഹെൽത്തിയർ സ്പേസസ് ഫോർ ഒക്യുപ്പൻസ് ആസ് കമ്പയർഡ് ടു കൺവെൻഷണൽ ബിൽഡിംഗ്. ഒരു കൺവെൻഷണൽ ബിൽഡിങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ ഗ്രീൻ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ വെള്ളത്തിൻ്റെ ഉപയോഗം, അതുപോലെ എനർജി എഫിഷ്യൻസി ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ട് നാച്ചുറൽ റിസോഴ്സിനെ ഉപയോഗിക്കും, എന്നാൽ വളരെ കുറഞ്ഞ രീതിയിലുള്ള വേസ്റ്റ് ജനറേഷനും അവിടെ താമസിക്കുന്നവർക്കൊരു ഹെൽത്തിയർ അറ്റ്മോസ്ഫിയറും പ്രൊവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബിൽഡിങ്ങിനെയാണ് ആക്ച്വലി നമ്മൾ ഗ്രീൻ ബിൽഡിംഗ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ സാധാരണ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിൻ്റെ ഉപയോഗവും അത്തരത്തിലുള്ള മാറ്റി നിർത്തിയിട്ട് അവിടെ താമസിക്കുന്നവർക്കും അതുപോലെ തന്നെ അതിന് നിയർ ബൈ ആയിട്ടുള്ള നാച്ചുറിനും എല്ലാം ഒരു സേഫ് സോൺ അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ എൻഷുർ ചെയ്തുകൊണ്ട് നമ്മൾ എടുക്കുന്ന ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിനെയാണ് ആക്ച്വലി നമ്മൾ ഗ്രീൻ ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു ഗ്രീൻ ബിൽഡിങ്ങിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ജനറേഷൻ വഴി നമുക്കൊരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കത് നിലനിൽക്കുന്ന ആ ഒരു നാച്ചുറൽ, അതുപോലെ ആ ഏരിയയിലുള്ള ആളുകൾ, ഇവർക്കെല്ലാം മാക്സിമം ഒരു പോസിറ്റീവ് എനർജി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ഗ്രീൻ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ 3 രീതിയിലാണ് നമ്മുടെ ആ ഒരു ലൊക്കേഷൻ, നമ്മൾ ആ ബിൽഡിങ്ങിൻ്റെ ലൊക്കേഷനെ ബേസ് ചെയ്തിട്ട് 3 രീതിയിലാണ് അവിടെ ഉള്ള ആളുകളെയും അതുപോലെ തന്നെ നിയർ ആയിട്ടുള്ള എർത്തിനെയും സപ്പോർട്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ, റിട്ടെയിൻ ദ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് അറ്റ് ദ ലൊക്കേഷൻ ഓഫ് ബിൽഡിംഗ്. നമ്മൾ ബിൽഡിങ്ങിൻ്റെ ലൊക്കേഷനിലുള്ള എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിനെ, ആ ഒരു പരിസരത്തിനെ നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് ഗ്രീൻ ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സെക്കൻഡ് വൺ, ഇംപ്രൂവ് ദി ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ഫോർ ഇൻഹാബിറ്റൻസ്. ആ ബിൽഡിങ്ങിൽ താമസിക്കുന്നവർക്ക് അതിൻ്റെ ഇൻറ്റീരിയർ സ്പേസിലുള്ള എൻവയോൺമെൻറ്റിനെ കംഫർട്ട് സോണിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് സെക്കൻഡ് ഫോക്കസ്. ആൻഡ് തേർഡ് വൺ, പ്രിസർവ് ദ എൻവയോൺമെൻറ്റ് അറ്റ് പ്ലേസ് ഫാർ അവേ ഫ്രം ദ ബിൽഡിംഗ്. സോ അത്തരത്തിൽ നമ്മൾ ആ ഒരു ബിൽഡിങ്ങും അതിന് നിയർ ബൈ ആയിട്ടുള്ള എൻവയോൺമെൻറ്റും പ്രൊട്ടക്റ്റ് ചെയ്യുക വഴി നമുക്കതിന് ഫാർ ആയിട്ടുള്ള ഏരിയാസിനെ കൂടി ഈ ഒരു ഗ്രീനിഷ് അപ്രോച്ചിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് തേർഡ് ഫോക്കസ്. സോ ഈ ഒരു 3 പ്രൈം എയിംസാണ് ആക്ച്വലി ഗ്രീൻ ബിൽഡിങ്ങിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നൗ നമുക്ക് നോക്കാനുള്ള ആദ്യത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആണ്. സോ ഗ്രീൻ ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ഡയോക്സൈഡിൻ്റെ എമിഷൻ അല്ലെങ്കിൽ റിലീസ് മിനിമം കമ്പാരിറ്റീവ്ലി കുറവായിട്ടുള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഗ്രീൻ ബിൽഡിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്തരം മെറ്റീരിയൽസ് കാർബൺ ഡയോക്സൈഡിൻ്റെ എമിഷൻ കുറവായിരിക്കും, അതുപോലെ തന്നെ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി ഓഫ് വാട്ടറെ കൺസ്യൂം ചെയ്യൂ, എനർജി കൺസപ്ഷൻ കുറവായിരിക്കും, അതുപോലെ വേസ്റ്റ് ജനറേഷൻ കുറവായിരിക്കും, റീയൂസബിൾ ആയിരിക്കും, റീസൈക്ലബിൾ ആയിരിക്കും. അത്തരത്തിൽ എല്ലാ പ്രോപ്പർട്ടീസും ഉള്ള മെറ്റീരിയൽസിനെയാണ് ആക്ച്വലി നമ്മൾ ഗ്രീൻ ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. കാർബൺ ഡയോക്സൈഡ് എമിഷൻ കുറവായിരിക്കും, റീയൂസബിൾ ആയിരിക്കും, എനർജി എഫിഷ്യൻ്റ് ആയിരിക്കും, എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിരിക്കും. ഓക്കെ, സോ അത്തരത്തിൽ ഫസ്റ്റ് ബിൽഡിംഗ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്തൺ മെറ്റീരിയൽ എന്ന് ആണ്. എർത്തൺ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മുടെ ഇഷ്ടിക, അതുപോലെ തന്നെ നമ്മുടെ കളിമണ്ണെല്ലാം ഉപയോഗിച്ചുണ്ടാക്കുന്ന പ്രൊഡക്ട്സ്, അതാണ് മെയിൻലി എർത്തൺ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. മഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസിന് വേണ്ടി ഉപയോഗിക്കുന്ന പല തരത്തിലുള്ള മെറ്റീരിയൽസ് ഉണ്ട്. ഇതിനാണ് ആക്ച്വലി എർത്തൺ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഇതിന് അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഉണ്ടായിരിക്കും, ഡ്യൂറബിൾ ആയിരിക്കും. ഇന്നും റിമോട്ട് ഏരിയാസിലെല്ലാം നമുക്ക് ഇത്തരം സ്ട്രക്ചേഴ്സ് എർത്തൺ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുള്ള കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ സ്ട്രെങ്ത്തും കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രാസ് അല്ലെങ്കിൽ ചോപ്ഡ് സ്ട്രോ അത്തരത്തിലുള്ള ഫൈബർ മെറ്റീരിയൽസ് എല്ലാം ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സെക്കൻഡ് വൺ എൻജിനീയർഡ് വുഡ് എന്നുള്ളതാണ്. എൻജിനീയർഡ് വുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ ഒരു വുഡ് ഒരു ബിൽഡിംഗ് മെറ്റീരിയലായിട്ട് നമ്മൾ വേൾഡ് വൈഡ് ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റാണ്. സോ ഇത്തരത്തിൽ നമ്മൾ ഒരു ടിമ്പറിനെ നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും മുറിച്ച് പലതരത്തിലുള്ള സൈസിൽ നമുക്ക് ആവശ്യാനുസരണം നമ്മൾ ഡിഫറെൻറ്റ് ഫർണിച്ചേഴ്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ്ങിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. സോ ഇത്തരത്തിൽ നമ്മളൊരു വലിയ ടിമ്പറിനെ കട്ട് ചെയ്ത് പല പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഒരുപാട് ചെറിയ ചെറിയ പീസുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഷീറ്റുകൾ വേസ്റ്റേജ് ആയിട്ട് മാറുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. ഇത്തരം വേസ്റ്റേജായി മാറുന്ന വുഡ് പീസിനെ അല്ലെങ്കിൽ ടിമ്പർ പീസിനെ നമ്മൾ നമ്മുടെ സ്ട്രക്ചറിൽ വീടോ ബിൽഡിങ്ങോ എന്തോ ആവട്ടെ അതിൻ്റെ വാൾസ് അല്ലെങ്കിൽ ഡോർസ് അത്തരം സ്ട്രക്ചർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ ആ വുഡിനെയാണ് ആക്ച്വലി എൻജിനീയർഡ് വുഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ നമ്മുടെ ഒരു വലിയ ടിമ്പറിനെ പല പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന വേസ്റ്റ് അഥവാ
ബാലൻസ് പീസ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. വേസ്റ്റ് അല്ല ആക്ച്വലി, അത് നമുക്ക് നമ്മുടെ പർപ്പസിന് ഉപയോഗിച്ച് ബാക്കിയുള്ള ആ ഒരു റിമൈനിങ് പോർഷൻസിനെ നമുക്ക് എൻജിനീയർഡ് വുഡ് എന്നുള്ളൊരു കാറ്റഗറിയിൽ കണക്കാക്കാം. അത് നമ്മുടെ ബിൽഡിംഗ് വാൾസിനെ, ഡോർസ് ഉണ്ടാക്കാൻ, അതുപോലെ പാർട്ടീഷൻ അല്ലെങ്കിൽ ബോർഡ്സ് ക്രിയേറ്റ് ചെയ്യാനെല്ലാം ഉപയോഗിക്കാം. സോ എൻജിനീയറിംഗ് വുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻറ്റ് വുഡ്സിൻ്റെ ലെയേഴ്സും അതിൻ്റെ മിഡിലിൽ വുഡ് സ്ക്രാപ്പ് അല്ലെങ്കിൽ സോഫ്റ്റ് വുഡ്, വുഡ് ഫൈബർ അത്തരത്തിലുള്ള ഏതെങ്കിലും മെറ്റീരിയൽസും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു അറേഞ്ച്മെൻറ്റിനാണ് ആക്ച്വലി എൻജിനീയർഡ് വുഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് വലിയ ഒരു ടിമ്പർ ഉണ്ടെങ്കിൽ അതിൻ്റെ മേജർ പർപ്പസ് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി അതിൽ ബാലൻസ് വരുന്ന മെറ്റീരിയൽസ് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അതാണ് എൻജിനീയറിംഗ് വുഡ്സ്. സോ അതൊരു ഗ്രീൻ ബിൽഡിംഗ് മെറ്റീരിയലായിട്ട് നമുക്ക് കണക്കാക്കാം. നെക്സ്റ്റ് വൺ, സ്ട്രക്ചറൽ ഇൻസുലേറ്റഡ് പാനൽസ്. ആ പേരിൽ തന്നെ ഉണ്ട്, ഇൻസുലേറ്റഡ് പാനൽസ് ആണ്. ആക്ച്വലി ഇതിന് 2 ഷീറ്റ്സ് ഓഫ് സ്ട്രാൻഡ് ബോർഡ്സ് ഓർ ഫ്ലേക്ക് ബോർഡ്സ് ഇത് ഫോം ഓഫ് ലെയർ ബിറ്റ്വീൻ ദം. വുഡൻ ബോർഡുകൾ തന്നെയാണ് സ്ട്രാൻഡ് ബോർഡ് അല്ലെങ്കിൽ ഫ്ലേക്ക് ബോർഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ. സോ അത്തരം 2 ബോർഡുകളും അതിന് ഇൻ ബിറ്റ്വീനായിട്ട് ഒരു ഫോം ലെയറും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു പാനലിനെയാണ് സ്ട്രക്ചറൽ ഇൻസുലേറ്റഡ് പാനൽസ് എന്ന് പറയുന്നത്. ഇത് വളരെ ബിഗ് സൈസിലാണ് യൂഷ്വലി അവൈലബിൾ ആവുന്നത്. വാൾസ് അല്ലെങ്കിൽ പാർട്ടീഷൻസിനെല്ലാം വേണ്ടിയിട്ടാണ് മെയിൻലി ഇത് ഉപയോഗിക്കുന്നത്. ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക് ഇതിൻ്റെ ഒരു ബിഗ് സൈസ് കണക്കാക്കുമ്പോൾ വലിയ എക്യുപ്മെൻറ്റ്സിൻ്റെ എല്ലാം ആവശ്യം ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ദ നെയിം ഇൻഡിക്കേറ്റ്സ് വളരെയധികം ഇൻസുലേഷൻ പ്രോപ്പർട്ടി ഉള്ള ഒരു മെറ്റീരിയലാണ് ആക്ച്വലി സ്ട്രക്ചറൽ ഇൻസുലേറ്റഡ് പാനൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇൻസുലേറ്റഡ് കോൺക്രീറ്റ് ഫോംസ്. ഇൻസുലേറ്റഡ് കോൺക്രീറ്റ് ഫോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻസുലേഷൻ ലെയേഴ്സ് വിത്ത് സം സ്പേസ് ഇൻ ബിറ്റ്വീൻ ദം. 2 ഇൻസുലേറ്റിംഗ് ലെയേഴ്സ് വിത്ത് ഒരു പെർട്ടിക്കുലർ ഗ്യാപ്പ് ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു ഫോമിനെയാണ് ആക്ച്വലി ഇൻസുലേറ്റഡ് കോൺക്രീറ്റ് ഫോം എന്ന് പറയുന്നത്. ഈ ഒരു സ്പേസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് റീഇൻഫോഴ്സ്മെൻറ്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ 2 ലെയേഴ്സിന് ഇൻ ബിറ്റ്വീനായിട്ട് കുറച്ച് സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ അതാണ് ആക്ച്വലി ഒരു ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഫോമിന് ഇൻ ബിറ്റ്വീൻ നമ്മൾ സ്പേസ് കൊടുക്കുന്നത് റീഇൻഫോഴ്സ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യാനാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു ഫോംസിൻ്റെ ഉള്ളിൽ സൈറ്റിൽ റീഇൻഫോഴ്സ്മെൻ്റ് എല്ലാം പ്രൊവൈഡ് ചെയ്തതിന് ശേഷം കോൺക്രീറ്റ് കൂടെ ഫില്ല് ചെയ്യുകയാണെങ്കിൽ അത് ഒരു ഇൻസുലേറ്റഡ് സ്ട്രക്ചറായിട്ട്, ഇൻസുലേറ്റഡ് കോൺക്രീറ്റ് സ്ട്രക്ചറായിട്ട് മാറും. സോ അത് നമുക്ക് വളരെയധികം അപ്ലിക്കേഷൻ ലെവലിൽ ഉപയോഗപ്പെടുത്തുന്നതാണ്. വാൾസ്, പാർട്ടീഷൻസ്, അതുപോലെ തന്നെ കോൺക്രീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് സ്ട്രക്ചേഴ്സിനെ പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ആക്ച്വലി ഇൻസുലേറ്റഡ് കോൺക്രീറ്റ് ഫോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സിംപ്ലി നമ്മളൊരു ഫ്രെയിം വർക്ക് പോലെ 2 ലെയർ ഓഫ് ഫോം അവിടെ പ്ലേസ് ചെയ്തിട്ട് അതിന് ഇൻ ബിറ്റ്വീൻ കുറച്ച് സ്പേസും കൊടുത്തു. സോ അതിലേക്ക് നമുക്ക് റീഇൻഫോഴ്സ്മെൻറ്റ് സൈറ്റിൽ നിന്ന് പ്ലേസ് ചെയ്യാം. ദെൻ ഈ ഒരു സ്ട്രക്ചർ കോൺക്രീറ്റിലൂടെ ഫില്ല് ചെയ്യുന്നതോട് കൂടിയിട്ട് അതിൻ്റെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സ്ട്രെങ്ത്ത്, ഡ്യൂറബിലിറ്റി എല്ലാം വളരെയധികം എൻഹാൻസ് ചെയ്യും. ഇത്തരത്തിൽ നമുക്കിതിനെ ഒരു ഇൻസുലേഷൻ പ്രോപ്പർട്ടിയുള്ള മെറ്റീരിയലായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇത് കമ്പാരിറ്റീവ്ലി ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും, ഫയർ റെസിസ്റ്റൻ്റ് ആയിരിക്കും, ഡെൻസിറ്റി കുറവായിരിക്കും, അതുപോലെ തന്നെ വളരെ നല്ല തെർമൽ അതുപോലെ സൗണ്ട് ഇൻസുലേഷൻ പ്രോപ്പർട്ടീസും ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, കോഡ് വുഡ് എന്ന് പറയുന്നതാണ്. കോഡ് വുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ ഒരു ഫിഗറിൽ കാണിച്ച പോലെ വുഡിൻ്റെ ഒരു പെർട്ടിക്കുലർ ലെങ്ത് ഉള്ള പീസുകൾ നമ്മൾ ഒരുമിച്ച് വെച്ചിട്ട് അതിനെ ഒരു സിംഗിൾ ബോണ്ട് ചെയ്യുകയാണെങ്കിൽ, ഒരു പെർട്ടിക്കുലർ മോർട്ടാർ മിക്സ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു സിംഗിൾ സെക്ഷനാക്കി മാറ്റുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കോഡ് വുഡ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റിലെല്ലാം വളരെയധികം ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ്. ഇതിന് നമുക്ക് വളരെ ഷോർട്ട് റൗണ്ട് പീസുകളായിട്ടുള്ള വുഡാണ് ബേസിക്കലി അവൈലബിൾ ആവേണ്ടത് അല്ലെങ്കിൽ ആവശ്യമുള്ളത്. ഇത് നമ്മൾ ഒരു മോർട്ടാർ ഉപയോഗിച്ച് ബൈൻഡ് ചെയ്ത് നമ്മൾ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ്. വളരെ സ്ട്രെങ്ത് ഉള്ള അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ആക്ച്വലി കോഡ് വുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫിഗറിൽ കാണിച്ച പോലെ വുഡിൻ്റെ ഒരുപാട് പീസുകൾ ജോയിൻ ചെയ്തിട്ട് നമ്മൾ സ്ട്രക്ചർ ഉണ്ടാക്കിയതാണ്. നമ്മളിപ്പോൾ എക്സ്റ്റീരിയറിൽ അല്ലെങ്കിൽ ഇൻറ്റീരിയറിലൊക്കെ പാർട്ടീഷൻ വാൾസിനോ ഇത്തരത്തിലുള്ള ഏരിയാസിലെല്ലാം നമുക്കിത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് ചെറിയ ബ്രിഡ്ജ് പോലെയൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടെല്ലാം ഈ ഒരു കോഡ് വുഡ് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ, സെല്ലുലോസ് ആണ്. സെല്ലുലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസൈക്കിൾഡ് പ്രൊഡക്റ്റ് ഓഫ് പേപ്പർ വേസ്റ്റ്. പേപ്പർ വേസ്റ്റിൽ നിന്ന് റീസൈക്കിൾ ചെയ്ത് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് ആക്ച്വലി സെല്ലുലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു ഇൻസുലേഷൻ മെറ്റീരിയലാണ് സെല്ലുലോസ് എന്ന് പറയുന്നത്. വളരെയധികം സൗണ്ട് ഇൻസുലേഷൻ പ്രോപ്പർട്ടി ഉണ്ട്. അതുപോലെ തന്നെ വളരെ ചീപ്പ് പ്രൈസിൽ മാർക്കറ്റിൽ അവൈലബിൾ ആവുന്ന ഒരു മെറ്റീരിയലാണ് സെല്ലുലോസ് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് വൺ പോളിയൂറത്തൈൻ ആണ്. പോളിയൂറത്തൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പ്രേ ബോട്ടിലാണ് ആക്ച്വലി കിട്ടുന്നത്. ഇതും വളരെയധികം ഇൻസുലേഷൻ പ്രോപ്പർട്ടി ഉള്ള ഒരു മെറ്റീരിയലാണ്. ഇത് നമുക്ക് സ്പ്രേ ബോട്ടിൽ അവൈലബിൾ ആവും. നമുക്ക് ഏത് വാളിലാണോ അപ്ലൈ ചെയ്യേണ്ടത് അവിടെ ജസ്റ്റ് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇൻസുലേഷൻ മെറ്റീരിയൽ ആ ഒരു വാളിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ എൻവയോൺമെൻറ്റുമായിട്ടുള്ള ഒരു റിയാക്ഷൻ്റെ ബേസിസിൽ എക്സ്പാൻഡ് ചെയ്യുകയും അങ്ങനെ ആ ഒരു തിക്ക് ഫോം ലെയർ ആ ഒരു വാളിൽ ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിന് വളരെ അധികം ഇൻസുലേഷൻ പ്രോപ്പർട്ടി ഉണ്ട്. അതുപോലെ തന്നെ എയർ ലീക്കേജിനെല്ലാം നല്ല രീതിയിലുള്ള ഒരു പ്രിവെൻഷനും ഈ ഒരു പോളിയൂറത്തൈൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ നാച്ചുറൽ ഫൈബേഴ്സ് ആണ്. നാച്ചുറൽ ഫൈബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് കോട്ടൺ, വൂൾ പോലുള്ള ഫൈബേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇൻസുലേഷൻ പ്രോസസ്സ് നടത്തുകയാണെങ്കിൽ അതിനെയാണ് നാച്ചുറൽ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. റീസൈക്കിൾഡ് കോട്ടൺ ഫൈബേഴ്സ് ഓർ റീസൈക്കിൾഡ് വൂൾ ഫൈബേഴ്സ് ആണ് നമ്മൾ മെയിൻലി ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ വുഡൻ ഫ്രെയിമിലെല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ഈ ഒരു ഇൻസുലേഷൻ പ്രോപ്പർട്ടി എൻഷുർ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഫൈബർ ഗ്ലാസ് ആണ്. ഫൈബർ ഗ്ലാസും ഇതുപോലെ തന്നെ വളരെയധികം ഇൻസുലേഷൻ പ്രോപ്പർട്ടി ഉള്ള ഒരു മെറ്റീരിയലാണ്. പക്ഷേ ഇതിൽ കുറച്ച് ടോക്സിക് ഏജൻറ്റ്സ് ഈ ഒരു ഗ്ലാസ് കോമ്പൗണ്ടിൽ ഉണ്ട് എങ്കിൽ കൂടി നമുക്ക് നല്ല ഇൻസുലേഷൻ പ്രോപ്പർട്ടി അറ്റ് ലോ കോസ്റ്റ് എൻഷുർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഒരു ഗ്രീൻ ബിൽഡിംഗ് മെറ്റീരിയലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ നോൺ വോക്ക് പെയിൻറ്റ്സ്. നോൺ വോക്ക് പെയിൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെയിൻറ്റിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് സോൾവെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ അത്തരത്തിൽ സോൾവെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ലിക്വിഡ് കോമ്പൗണ്ട് ഇല്ലാത്ത പെയിൻറ്റ്സിനെയാണ് നമ്മൾ നോൺ വോക്ക് പെയിൻറ്റ്സ് അല്ലെങ്കിൽ ഗ്രീൻ പെയിൻറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇതിന് നമ്മുടെ സാധാരണ വോക്ക് കണ്ടെയ്ൻ ചെയ്യുന്ന പെയിൻറ്റിനേക്കാളും ഒരുപാടധികം അഡ്വാൻറ്റേജസ് ഉണ്ട്. വോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളട്ടൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്നാണ് നമ്മൾ പറയുന്നത്. സോ ഈ ഒരു സോൾവെൻറ്റ് നമ്മുടെ പെയിൻറ്റിൽ ഉണ്ടെങ്കിൽ അത് സൺലൈറ്റുമായിട്ടോ അതുപോലെ നൈട്രജൻ ഓക്സൈഡൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ഓസോണിൻ്റെ ഒരു ഫോർമേഷനുള്ള കാരണമാവും. സോ അതുവഴി ആ ഒരു ഏരിയ ആരാണോ അക്കോമഡേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഹെൽത്തിന് വലിയ തരത്തിലുള്ള പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ അത്തരത്തിൽ നോൺ വോക്ക് പെയിൻ്റ് ആകുമ്പോൾ ഈ ഒരു ഓസോൺ പ്രൊഡക്ഷൻ്റെ പോസിബിലിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഹെൽത്തി എൻവയോൺമെൻറ്റ് നമുക്ക് എൻഷുർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ ടിമ്പർ ക്രീറ്റ് ആണ്. ടിമ്പർ ക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിമ്പർ പ്ലസ് കോൺക്രീറ്റ് ആ ഒരു പ്രൊഡക്റ്റിനെയാണ് ടിമ്പർ ക്രീറ്റ് എന്ന് പറയുന്നത്. പല തരത്തിലും നമ്മൾ പല ഏരിയാസിലും നമ്മൾ ഇതിൻ്റെ ഒരു അപ്ലിക്കേഷൻ കൺസ്ട്രക്ഷൻ ഏരിയയിൽ വരുന്നുണ്ട്. സോ കോൺക്രീറ്റും അതുപോലെ തന്നെ വുഡും കൂടി ചേർന്നിട്ടുള്ളൊരു മെറ്റീരിയലിനെയാണ് നമ്മൾ ടിമ്പർ ക്രീറ്റ് എന്ന് പറയുന്നത്. കമ്പാരിറ്റീവ്ലി ലൈറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സ്ട്രെങ്ത്തും ഇൻസുലേഷൻ കപ്പാസിറ്റിയും ഉള്ള മെറ്റീരിയലാണ് ആക്ച്വലി ടിമ്പർ ക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു യുണീക്ക് തെർമൽ ക്വാളിറ്റി ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബുഷ് ഫയർ പ്രൂഫ്, നമ്മുടെ കാട്ടുതീ പോലെ വളരെ സ്പ്രെഡഡ് ആയിട്ടുള്ള തീപിടുത്തോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിൽ സംഭവിക്കില്ല. അത്തരത്തിൽ വളരെയധികം പോസിറ്റീവ് പ്രോപ്പർട്ടീസ് ഫോർ ഗ്രീൻ ബിൽഡിംഗ് മെറ്റീരിയൽ ഉള്ള ഒരു കോമ്പോസിറ്റാണ് ടിമ്പർ ക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ റേഡിയേഷനും ഹീറ്റ് ട്രാൻസ്ഫറൊക്കെ വളരെ മിനിമമായിരിക്കും. ദെൻ യൂസർ ഫ്രണ്ട്ലി ആണ്. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് അബൌട്ട് ടിമ്പർ ക്രീറ്റ്. ദെൻ നെക്സ്റ്റ് വൺ സ്ട്രോ ബെയിൽ. സ്ട്രോ ബെയിൽ എന്ന് പറഞ്ഞാൽ മറ്റൊരു ഗ്രീൻ ബിൽഡിംഗ് മെറ്റീരിയലാണ്. മെയിൻലി നമ്മൾ ഫ്രെയിമിംഗ് മെറ്റീരിയൽസിന് അതുപോലെ ഗുഡ് ഇൻസുലേഷൻ പ്രോപ്പർട്ടീസിലെല്ലാം വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. നല്ല സൗണ്ട് പ്രൂഫ് മെറ്റീരിയലുമാണ് ആക്ച്വലി സ്ട്രോ ബെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് നമുക്ക് ഒരു നോൺ ലോഡ് ബിയറിംഗ് വാൾസിൽ, അതായത് കോളം സ്ട്രക്ചറുള്ള ഒരു ബിൽഡിങ്ങിൽ അതിൻ്റെ പാർട്ടീഷൻ വാൾസിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സ്ട്രോ ബെയിൽ ഉപയോഗിച്ചിട്ടുള്ള പാർട്ടീഷൻ വർക്ക്സ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ എയർ പാസിങ്ങിൻ്റെ ഒരു റേഞ്ചും വളരെ കുറവായിരിക്കും. സോ അത്തരത്തിൽ ഇൻസുലേഷൻ പ്രോപ്പർട്ടി വളരെ കൂടുതലുള്ളൊരു മെറ്റീരിയലാണ് സ്ട്രോ ബെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ് വൺ ഫെറോക്ക് ആണ്. ഫെറോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂ ഇനീഷ്യേറ്റീവ് മെറ്റീരിയൽ എന്ന് വേണമെങ്കിൽ പറയാം. റീസൈക്കിൾഡ് മെറ്റീരിയലാണ് ആക്ച്വലി ഫെറോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള സ്റ്റീൽ ഡസ്റ്റ് റീസൈക്കിൾ ചെയ്ത് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് ഫെറോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ കോൺക്രീറ്റിന് സിമിലർ ആയിട്ടുള്ളൊരു ഹാർഡ് ആൻഡ് മാസീവ് മെറ്റീരിയലാണ് ഫെറോക്ക് എന്ന് പറയുന്നത്. കോൺക്രീറ്റിനെ പോലെ തന്നെ വളരെ സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യാനും ട്രാപ്പ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി വളരെ അധികമാണ്. സോ അത്തരത്തിൽ കാർബണിൻ്റെ എമിഷൻ അല്ലെങ്കിൽ കാർബണിൻ്റെ പ്രസൻസ് കുറയ്ക്കാനും അതുപോലെ തന്നെ കാർബൺ ന്യൂട്രാലിറ്റി, കാർബൺ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനും ഈ ഒരു ഫെറോക്ക് എന്ന് പറയുന്ന മെറ്റീരിയൽ വളരെയധികം സഹായിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ സ്റ്റോൺ ആണ്. സ്ലേറ്റ് സ്റ്റോൺ എന്ന് പറയുന്നത് നാച്ചുറൽ മെറ്റീരിയലാണ്. ഇതിനൊരു ഗ്രീൻ മെറ്റീരിയലായിട്ട് കണക്കാക്കാൻ കാരണം
കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസിലാണെങ്കിലും അതുപോലെ തന്നെ ആ മെറ്റീരിയലിൻ്റെ ഒരു പർച്ചേസിങ് ലെവലിലാണെങ്കിലും വളരെ ചീപ്പ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ പ്രൈസിങ് ആണ്. അതുപോലെ തന്നെ അവൈലബിലിറ്റിയും വളരെ ഈസിലി അവൈലബിൾ ആയിരിക്കും ആൻഡ് വളരെ ലോങ് ലൈഫും ഉള്ളത് കൊണ്ട് നമുക്ക് സ്റ്റോൺസിനെ ഒരു ഗ്രീൻ ബിൽഡിംഗ് മെറ്റീരിയൽ എന്നുള്ള കാറ്റഗറിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഫൈബർ സിമെൻറ്റ് ആണ്. ഫൈബർ സിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ്ഡ് ഫ്രം വുഡ്, സാൻഡ് ആൻഡ് പോർട്ട്ലാൻഡ് സിമെൻറ്റ്. വുഡും സാൻഡും പോർട്ട്ലാൻഡ് സിമെൻറ്റും ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ളൊരു സിമെൻറ്റ് പ്രൊഡക്റ്റിനെയാണ് ആക്ച്വലി ഫൈബർ സിമെൻറ്റ് എന്ന് പറയുന്നത്. ഇത് വളരെ അധികം ഡ്യൂറബിലിറ്റിയും അതുപോലെ ഫയർ റെസിസ്റ്റൻസും ലെസ് എക്സ്പെൻസീവും ആയിട്ടുള്ളൊരു ബിൽഡിംഗ് മെറ്റീരിയലാണ്. ഓക്കെ, സോ ഇത്രയും മെറ്റീരിയൽസാണ് ആക്ച്വലി നമുക്ക് ഗ്രീൻ ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്നുള്ളൊരു കാറ്റഗറിയിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് എനർജി ആൻഡ് വാട്ടർ മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. സോ എനർജി ആൻഡ് വാട്ടർ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു ബിൽഡിങ്ങിൽ ഉപയോഗിക്കുന്ന എനർജിയും വാട്ടർ കൺസപ്ഷനും അതിൻ്റെ ഒപ്റ്റിമൈസ്ഡ് ലെവലിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു ബിൽഡിങ്ങിൽ എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എസ്പെഷ്യലി ഇത്തരം റിസോഴ്സുകളുടെ യൂസ് റെഡ്യൂസ് ചെയ്യാനുള്ള മെത്തേഡ്സ് അല്ലെങ്കിൽ കാര്യങ്ങളാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എനർജി സിസ്റ്റംസ് ഇൻ ഗ്രീൻ ബിൽഡിംഗ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ടോപ്പിക് ആസ് പെർ സിലബസ്. സെക്കൻഡ് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ ബിൽഡിങ്ങിൽ എനർജി സിസ്റ്റംസ് ഇൻ ഗ്രീൻ ബിൽഡിംഗ് ആണ്. ഓക്കെ, സോ നോർമലി ഒരു ബിൽഡിങ് 30-40% ഓഫ് എനർജി കൺസ്യൂം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കണക്കാക്കിയിട്ടുള്ളത്. ഒരു 2025 കൂടിയിട്ട് ഏകദേശം 48% കൺസപ്ഷൻ ലെവലിലേക്ക് ഇൻക്രീസ് ചെയ്യും എന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. സോ ഇത് നമ്മുടെ ഒരു ഗ്രീൻ ബിൽഡിംഗ് മെത്തേഡിനെ, കോൺസെപ്റ്റിനെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊണ്ടുവരുന്നുണ്ട്. അത്തരത്തിൽ എനർജി എഫിഷ്യൻസി എൻഷുർ ചെയ്യാൻ ഈ ഒരു ഗ്രീൻ ബിൽഡിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, മെത്തേഡ്സ് എന്നുള്ളതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സോ ദ മെനി മെത്തേഡ്സ് ടു ഇംപ്രൂവ് ബിൽഡിംഗ് എനർജി എഫിഷ്യൻസീസ് ആർ. എനർജി എഫിഷ്യൻസി ബിൽഡിങ്ങിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുതന്നെയാണ് എനർജി സിസ്റ്റംസ് ഇൻ ഗ്രീൻ ബിൽഡിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഇമ്പോർട്ടൻറ്റ് കണ്ടൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ, സോളാർ എനർജി ഓൺ എ ഗ്രീൻ ബിൽഡിംഗ് ഈസ് ട്രാപ്ഡ് ടു സപ്ലിമെൻറ്റ് ദ കൺവെൻഷണൽ എനർജി യൂസ് ഓഫ് ഫോട്ടോ വോൾട്ടൈക് സെൽസ് കൺവേർട്ട് സോളാർ എനർജി. ദാറ്റ് മീൻസ് നമുക്ക് നമ്മുടെ ഒരു ബിൽഡിങ്ങിൽ സോളാർ എനർജി, സോളാർ പാനൽസും മറ്റും ഉപയോഗിച്ചിട്ട് സോളാർ എനർജി ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ നോർമൽ എനർജി പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതൊരു വളരെ വലിയ തരത്തിലുള്ള ഗ്രീൻ ബിൽഡിംഗ് കോൺസെപ്റ്റിന് സപ്പോർട്ടീവാണ്. അതുപോലെ തന്നെ എനർജി എഫിഷ്യൻസിക്കും സപ്പോർട്ടീവാണ്. ഓക്കെ, സെക്കൻഡ് വൺ, നമുക്ക് നാച്ചുറൽ ലൈറ്റ് ഈസ് അലൗഡ് ടു എൻ്റർ ദ ഇൻ്റർമീഡിയറ്റ് ഫ്ലോസ് ടു മിനിമൈസ് ദ യൂസേജ് ഓഫ് ഇലക്ട്രിസിറ്റി. ഒരുപാട് ഫ്ലോസ് ഉള്ളൊരു ബിൽഡിംഗ് ആണെങ്കിൽ അതിൽ ഇൻ്റർമീഡിയറ്റ് ഫ്ലോസിൽ നമുക്ക് നാച്ചുറൽ ലൈറ്റിനെ എൻട്രി ആസ് പെർ ഡിസൈൻ പോസിബിൾ ആക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ അധികം എനർജി എഫിഷ്യൻസി നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. നാച്ചുറൽ ലൈറ്റിനെ ഇൻ്റർമീഡിയറ്റ് ഫ്ലോസിലേക്ക് എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ളൊരു എനർജി എഫിഷ്യൻസി ആസ് പെർ ഇലക്ട്രിസിറ്റി നമുക്ക് എൻഷുർ ചെയ്യാം. അതുകൊണ്ട് തന്നെ മിനിമം ഇലക്ട്രിസിറ്റി യൂസേജ് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. തേർഡ് വൺ, സൺലൈറ്റ് ഈസ് റെസ്ട്രിക്റ്റഡ് ബൈ ദ ഹൈ ഗ്രോൺ ട്രീസ് ഔട്ട്സൈഡ് ഓഫ് ദ ലോവർ ഫ്ലോർസ് ഓഫ് ബിൽഡിംഗ്. നമ്മളുടെ ബിൽഡിങ്ങിൻ്റെ എക്സ്റ്റീരിയർ സൈഡിൽ വലിയ മരങ്ങൾ കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് വരുന്ന സൺലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് കുറയ്ക്കാൻ പറ്റും. ആ സൺലൈറ്റ് മരത്തിലൂടെ തട്ടി ഡയറക്ഷൻ മാറ്റം സംഭവിച്ച് വരുന്നതോട് കൂടിയിട്ട് നമുക്കതിൻ്റെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ആണെങ്കിലും ഹീറ്റ് ഇൻറ്റൻസിറ്റി ആണെങ്കിലും കുറച്ച് നമുക്ക് നമ്മുടെ ബിൽഡിങ്ങിലേക്ക് എത്തിക്കാൻ പറ്റും. ദെൻ ഇൻസൈഡ് LED പോലുള്ള ഡിഫറെൻറ്റ് ലൈറ്റിംഗ് ഫിക്സ്ചേഴ്സ് ഉപയോഗിക്കുമ്പോൾ വലിയ രീതിയിൽ നമുക്ക് എനർജി സേവിങ് എൻഷുർ ചെയ്യാൻ പറ്റും. ദെൻ ഫിഫ്ത്ത് വൺ, ലൈറ്റിംഗ് ഏരിയാസിൽ ലൈറ്റിംഗ് കൺട്രോളിന് വേണ്ടി മോഷൻ ഡിറ്റക്ടേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ എവിടെയാണോ ഒരു മോഷൻ എൻഷുർ ചെയ്യുന്നത് അവിടെ മാത്രം ലൈറ്റ്സ് എല്ലാം ഗ്ലോ ചെയ്യുന്ന രീതിയിലുള്ള സെൻസേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഡെഡായി കിടക്കുന്ന ഏരിയയിലുള്ള ലൈറ്റ്സ് എല്ലാം ഓട്ടോമാറ്റിക്കലി ഓഫ് ചെയ്യുന്ന രീതിയിൽ എനർജി സേവിങ് എൻഷുർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദെൻ വിൻഡോസും വളരെ അധികം ഹൈലി എഫിഷ്യൻറ്റ് വിൻഡോസും അതുപോലെ തന്നെ ഇൻസുലേഷൻ പ്രോസസ്സ് ഇൻ വാൾസ്, സീലിങ്സ് ആൻഡ് ഫ്ലോർസും പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു നല്ല ടെമ്പറേച്ചർ കൺട്രോളും എൻഷുർ ചെയ്യാം. അതായത് വിൻഡോസ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്റ്റാൻഡേർഡ് ഗ്ലാസ് മെറ്റീരിയൽസ് എല്ലാം ഉപയോഗിച്ചതും വാൾസ്, സീലിങ്സ്, ഫ്ലോർസ് എല്ലാം അത്തരത്തിൽ നല്ല ഹീറ്റ് ഇൻസുലേഷൻ പ്രോപ്പർട്ടീസ് ഉള്ളതുമാണെങ്കിൽ നമുക്ക് നമ്മുടെ റൂം ഇൻറ്റീരിയർ സ്പേസിലുള്ള ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വളരെ യൂസ്ഫുള്ളായിരിക്കും. ദെൻ സെവൻത്ത് വൺ, HVAC system must have a correctly designed distribution system to minimize the amount of airflow and thus energy necessary to heat cool the building.
ഹീറ്റിംഗ്, അതുപോലെ തന്നെ വെൻറ്റിലേഷൻ പ്രോസസ്സ്, കൂളിംഗ് പ്രോസസ്സ്. ഈ 3 പ്രോസസ്സിനും ഒരു കറക്റ്റ് ഡിസൈൻഡ് ഫോർമാറ്റിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എമൗണ്ട് ഓഫ് എയർ ഫ്ലോ ഇൻ ദ ബിൽഡിംഗ് സ്പേസ് നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ 8th വൺ, allowing the building occupants to individually control heating and cooling in their living or working space in effective way to reduce the energy. നമ്മുടെ ഓരോ റൂം സ്പേസിലും നമുക്കത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇൻഡിവിജ്വലി അവിടുത്തെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ കൂളിംഗ് സിസ്റ്റം കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പർപ്പസിനനുസരിച്ച് അവിടുത്തെ ആവശ്യകതയ്ക്കനുസരിച്ച് ടെമ്പറേച്ചർ കുറയ്ക്കുകയോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതൊരു എനർജി കൺസപ്ഷൻ കുറയ്ക്കാനുള്ള ഒരു മെത്തേഡായിട്ട് നമുക്ക് കണക്കാക്കാം. ഓക്കെ, ദെൻ ഇൻസുലേഷൻ മെറ്റീരിയൽസ് നമ്മൾ മാക്സിമം ഇന്നോവേറ്റീവ് ഇൻസുലേഷൻ മെറ്റീരിയൽസ് ഉപയോഗിക്കുകയാണെങ്കിലും നമുക്ക് ഇത്തരത്തിലുള്ള നല്ല ഒരു എനർജി എഫിഷ്യൻസി എൻഷുർ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമുക്ക് റീസൈക്കിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള മിനറൽസ്, ഫൈബേഴ്സ്, സെല്ലുലോസ് ഡിറൈവ്ഡ് മെറ്റീരിയൽസ് എല്ലാം ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഇൻസുലേഷൻ പ്രോപ്പർട്ടി എൻഷുർ ചെയ്യാൻ പറ്റുകയും ചെയ്യും. അതുവഴി നമുക്ക് എനർജി ലോസ് കുറയ്ക്കാനും അല്ലെങ്കിൽ എനർജി കൺസപ്ഷൻ കുറയ്ക്കാനും ഒരു പോസിബിലിറ്റി അവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ, വെതർ സ്ട്രിപ്പിംഗ്, മെയിൻറ്റെയിനിങ് എൻട്രി ഡോർ ക്ലോസേഴ്സ് ആൻഡ് ഇൻസ്റ്റാളിങ് സ്റ്റോം വിൻഡോസ് റെഡ്യൂസ് ദ എനർജി ഡിമാൻഡ്. നമ്മുടെ എൻട്രി ഡോഴ്സിൽ വെതർ സ്ട്രിപ്പിങ്, അതുപോലെ തന്നെ സ്റ്റോം വിൻഡോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ വിൻഡോയുടെ ഇൻസൈഡിലോ ഔട്ട്സൈഡിലോ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന വിൻഡോ. ജസ്റ്റ് എക്സാമ്പിളായിട്ട് നമ്മളിപ്പോൾ നമ്മുടെ വിൻഡോയ്ക്ക് ഉള്ളിൽ മോസ്കിറ്റോ വരാതിരിക്കാൻ ഒരു നെറ്റ് ഇടിക്കുന്നുണ്ടല്ലോ, അതേ രീതിയിൽ നമ്മളൊരു അഡീഷണൽ വിൻഡോ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സൺലൈറ്റ് വരുമ്പോൾ ആ 2 ഗ്ലാസ്സിലൂടെയും കടന്ന് ഉള്ളിലേക്ക് വരുമ്പോൾ അതിന് ഇൻറ്റൻസിറ്റി കുറയും. സോ അത്തരത്തിൽ എനർജി കൺസപ്ഷനിൽ നമുക്ക് ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ പറ്റും. അത്തരത്തിൽ 10 എനർജി എഫിഷ്യൻറ്റ് മെത്തേഡ്സ് ആണ് നമ്മുടെ ഒരു ബിൽഡിങ്ങിൻ്റെ കാര്യത്തിൽ, ഗ്രീൻ ബിൽഡിങ്ങിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്കതിൻ്റെ ഒരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷനും കൂടെ നോക്കാം. സോ ഇതാണ് അതിൻ്റെ ഒരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്, കോൺസെപ്ച്വൽ ഡ്രോയിങ് ഓഫ് എ ഗ്രീൻ ബിൽഡിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ റൂഫ് ടോപ്പിൽ നമുക്ക് സോളാർ എനർജി സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്ത് നമുക്ക് ഡയറക്റ്റ് ഇലക്ട്രിക്കൽ എനർജിയുടെ കൺസപ്ഷൻ കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ സൺലൈറ്റിൽ നിന്ന് വരുന്ന ലൈറ്റിനെ നമുക്ക് ട്രീസും മറ്റും വെച്ചിട്ട് റെസ്ട്രിക്റ്റ് ചെയ്ത് അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ദെൻ ഓരോ റൂംസിലും ഓട്ടോമേറ്റഡ് വെൻറ്റിലേഷൻ കൺട്രോൾ പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ ലൈറ്റിംഗ് കൺട്രോൾ യൂസിങ് നാച്ചുറൽ ലൈറ്റ്, ഇൻ്റർമീഡിയറ്റ് ഫ്ലോസിൽ നല്ല പ്രോപ്പർ വെൻറ്റിലേഷൻ അല്ലെങ്കിൽ ലൈറ്റിംഗ് പ്രോസസ്സ് മെറ്റീരിയൽസ് എല്ലാം അസംബിൾ ചെയ്തിട്ട് നാച്ചുറൽ ലൈറ്റിംഗ് നമുക്ക് എൻഷുർ ചെയ്യാം. ദെൻ മോഷൻ ഡിറ്റക്ടേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ലൈറ്റിംഗ് കൺട്രോൾ ചെയ്യാം. അതായത് നമ്മളെവിടെയാണോ ആളുകൾ മോഷൻ നടക്കുന്നത് ആ ഒരു ഏരിയയിൽ മാത്രം ലൈറ്റ് ഗ്ലോ ചെയ്യുന്ന രീതിയിൽ നമുക്ക് സെൻസേഴ്സ് ഉപയോഗിക്കാം. ദെൻ റെയിൻ വാട്ടർ യൂട്ടിലൈസേഷൻ സിസ്റ്റവും അതുപോലെ തന്നെ ഹീറ്റിംഗ് എക്യുപ്മെൻറ്റിൻ്റെ യൂസേജും നമുക്ക് ഇൻഡിവിജ്വലി അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അനുസരിച്ച് കൺട്രോൾ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കൂടി കൺസിഡർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ എനർജി എഫിഷ്യൻസി സിസ്റ്റത്തിൻ്റെ മെത്തേഡ്സിൽ പറഞ്ഞത്. അതിൻ്റെ ഒരു സ്കീമാറ്റിക് അല്ലെങ്കിൽ കോൺസെപ്ച്വൽ ഡ്രോയിങ് ആണ് ഈ ഒരു ഫിഗറിലൂടെ നമ്മൾ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അത് ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് വാട്ടർ മാനേജ്മെൻറ്റ് ഇൻ ഗ്രീൻ ബിൽഡിംഗ് ആണ്. സോ എനർജി കൺസേർവ് ചെയ്യുന്നത് പറഞ്ഞ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് വാട്ടർ മാനേജ്മെൻറ്റ് ഇൻ ഗ്രീൻ ബിൽഡിംഗ് എന്ന് പറയുന്നതും. സോ നമുക്കറിയാം, നമ്മുടെ നോർമൽ യൂസേജ് നമുക്ക് വളരെ അധികം വേസ്റ്റേജ് ഓഫ് വാട്ടർ നമ്മൾ നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് എമൗണ്ട് ഓഫ് വാട്ടർ നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്നുണ്ട്. സോ അത്തരത്തിൽ വെള്ളത്തിൻ്റെ കൺസപ്ഷൻ നമ്മുടെ പർപ്പസിന് ആവശ്യമുള്ള ഏറ്റവും ലിമിറ്റഡ് എമൗണ്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവാണ്. അതുപോലെ തന്നെ അത്രയും റിസ്ക്കി ആയിട്ടുള്ളൊരു മാറ്റർ കൂടെയാണ്. ബിക്കോസ് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് നമുക്കത് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം പേഴ്സണലി നമുക്ക് വളരെയധികം ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. ഓക്കെ, സോ വാട്ടർ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെള്ളത്തിൻ്റെ യൂസേജ് മിനിമൈസ് ചെയ്യുക അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടർ ജനറേഷൻ മിനിമൈസ് ചെയ്യുക എന്നുള്ള ഒരു പ്രൊസീജിയറിനെയാണ് ആക്ച്വലി വാട്ടർ എഫിഷ്യൻസി എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നത്. സോ ഗ്രീൻ ബിൽഡിങ്ങിൻ്റെ കേസിൽ നമ്മൾ ഗ്രീൻ ബിൽഡിംഗ് എനർജി എഫിഷ്യൻ്റ് ആക്കിയ പോലെ തന്നെ വെള്ളത്തിൻ്റെ വേസ്റ്റേജ് മാക്സിമം കുറയ്ക്കുക എന്നുള്ളത് കൂടെ ഒരു ഗ്രീൻ ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലേഔട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു വലിയ ഫാക്ടർ തന്നെയാണ്. അതുപോലെ തന്നെ റെയിൻഫാൾ വരുമ്പോൾ ആ റെയിൻഫാൾ വാട്ടറിനെ ഹാർവെസ്റ്റ് ചെയ്ത് നമുക്ക്
ഒന്നെങ്കിൽ ഗ്രൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനോ റീസ്റ്റോർ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ പല സർവീസിന് വേണ്ടി ഉപയോഗിക്കാനോ ഉള്ള ഒരു മെത്തേഡ്സ്, അതുപോലെ വേസ്റ്റ് വാട്ടേഴ്സിനെയും റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാനുള്ള മെത്തേഡ്സ്, അതെല്ലാമാണ് ആക്ച്വലി വാട്ടർ മാനേജ്മെൻറ്റ് ഇൻ ഗ്രീൻ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്. സോ സിംപ്ലി വാട്ടർ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ റെഡ്യൂസിങ് ദി യൂസേജ് ഓഫ് വാട്ടർ ആൻഡ് മിനിമൈസിങ് ദി വേസ്റ്റ് വാട്ടർ. ഓക്കെ, so an integrated system approach to building water management allows the best allocation of potable water from municipal sources. സോ നമ്മളൊരു ഇൻറ്റഗ്രേറ്റഡ് സിസ്റ്റം അപ്രോച്ച് ഒരു ബിൽഡിങ്ങിൽ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ലഭ്യമാവുന്ന വെള്ളത്തിനെ വളരെ ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്ത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കും. ഓക്കെ, സോ നമുക്ക് വരുന്ന വെള്ളത്തിൻ്റെ എമൗണ്ട് കുറയ്ക്കുക എന്നുള്ളതിലുപരി വരുന്ന വെള്ളം നമ്മൾ വേസ്റ്റാക്കി കളയാതിരിക്കുക, അതുപോലെ തന്നെ വേസ്റ്റ് വാട്ടേഴ്സിനെ റീസൈക്കിൾ ചെയ്ത് മറ്റു പല പർപ്പസിനും വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതും ഒരു എഫിഷ്യൻറ്റ് വാട്ടർ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയ കാര്യങ്ങളാണ്. സോ താഴത്ത് നമ്മൾ കാണിക്കുന്നത് രണ്ട് ഫിഗറിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു കൺവെൻഷണൽ ബിൽഡിങ്ങിലും ഗ്രീൻ ബിൽഡിങ്ങിലുള്ള വാട്ടർ ഫ്ലോ എങ്ങനെയാണ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഒരു സാധാരണ കൺവെൻഷണൽ ബിൽഡിങ്ങും സെക്കൻഡ് വൺ ഗ്രീൻ ബിൽഡിങ്ങുമാണ്. സോ കൺവെൻഷണൽ ബിൽഡിങ്ങിലേക്ക് നമുക്ക് ഇൻപുട്ട് ആയിട്ട് കിട്ടുന്ന വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് റെയിൻ വാട്ടറും സെക്കൻഡ് വൺ പോർട്ടബിൾ വാട്ടർ. പോർട്ടബിൾ വാട്ടർ എന്ന് പറഞ്ഞാൽ ഡ്രിങ്കിങ് പർപ്പസിന് ഉപയോഗിക്കുന്ന വെള്ളം, അതായത് ആ ഒരു ക്വാളിറ്റി ഉള്ള എല്ലാ വെള്ളത്തിനെയും നമ്മൾ പോർട്ടബിൾ വാട്ടർ എന്നാണ് പറയുന്നത്. അതുപോലെ റെയിൻ വാട്ടറും. സോ ഇങ്ങനെ വരുന്ന വെള്ളത്തിൽ നമ്മൾ ഒരു എമൗണ്ട് റൺ ഓഫ് ആയിട്ട് പോകും. റൺ ഓഫ് എന്ന് പറഞ്ഞാൽ മഴ പെയ്ത് പോകുന്ന ആ ഒരു മഴവെള്ളം ഒലിച്ചു പോകുന്ന ആ ഒരു വെള്ളത്തിനാണ് റൺ ഓഫ് എന്ന് പറയുന്നത്. ദെൻ ബ്ലാക്ക് വാട്ടർ ആൻഡ് ഗ്രേ വാട്ടർ. ബ്ലാക്ക് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടോയ്ലറ്റിൽ നിന്നുള്ള യൂറിനൽ അല്ലെങ്കിൽ എക്സ്ക്രീറ്റ് അത്തരത്തിലുള്ള വേസ്റ്റ് ജനറേറ്റ് ചെയ്തിട്ടുള്ള വാട്ടറിനെയാണ് ബ്ലാക്ക് വാട്ടർ എന്ന് പറയുക. ഗ്രേ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊഴികെയുള്ള കിച്ചൺ പോലുള്ള ഏരിയയിൽ നിന്ന് ബാത്ത് ടബ്സ്, വാഷ് ബേസിൻ അത്തരം ഏരിയസിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഗ്രേ വാട്ടർ. സോ അങ്ങനെ വരുന്ന റെയിൻ വാട്ടറും പോർട്ടബിൾ വാട്ടറും ഗ്രേ വാട്ടറും ബ്ലാക്ക് വാട്ടറും റൺ ഓഫ് വാട്ടറുമായിട്ട് വേസ്റ്റ് ആയി മാറുന്ന ഒരു സിറ്റുവേഷനാണ് കൺവെൻഷണൽ ബിൽഡിങ്ങിൽ ഉള്ളത്. സെക്കൻഡ് വൺ ഗ്രീൻ ബിൽഡിംഗ് ആണ്. ഗ്രീൻ ബിൽഡിങ്ങിൻ്റെ കേസിൽ നമുക്ക് കളക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻപുട്ടായിട്ട് വരുന്ന പോർട്ടബിൾ വാട്ടറും റെയിൻ വാട്ടറും ഉണ്ട്. സോ ഈ പോർട്ടബിൾ വാട്ടറിന് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ബ്ലാക്ക് വാട്ടറും റൺ ഓഫും നമുക്ക് വേസ്റ്റ് വാട്ടറായിട്ട് തന്നെ പോകും. ടോയ്ലറ്റ്സിൽ നിന്ന് വരുന്ന വെള്ളവും റൺ ഓഫ് മഴ ഇത് ഒലിച്ചു പോകുന്ന വെള്ളവും അങ്ങനെ തന്നെ നമുക്ക് നഷ്ടപ്പെടും. പക്ഷേ ഗ്രേ വാട്ടറിനെ നമുക്ക് റീസൈക്കിൾ ചെയ്ത് മറ്റു പല പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാം. ഗ്രേ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോയ്ലറ്റ് ഒഴികെയുള്ള മറ്റ് വേസ്റ്റ് വാട്ടേഴ്സാണ്. സോ ആ വേസ്റ്റ് വാട്ടർ നമുക്ക് ട്രീറ്റ് ചെയ്ത് റീസൈക്കിൾ ചെയ്തിട്ട് ജസ്റ്റ് ലൈക്ക് AC വാട്ടറിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഫ്ലഷിങ്ങിന് വേണ്ടിയിട്ടുള്ള വാട്ടർ, ഗാർഡനിങ്ങിന് വേണ്ടിയിട്ടുള്ള വാട്ടറെല്ലാമായി റീയൂസ് ചെയ്യാം. അതുപോലെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് പ്രൊസീജിയർ ലേഔട്ട് വഴി നമുക്ക് വീണ്ടും റീയൂസ് അല്ലെങ്കിൽ വീട്ടിലെ ആ ഒരു ബിൽഡിങ്ങിലെ ഉപയോഗത്തിന് വേണ്ടി അല്ലെങ്കിൽ ഗ്രൗണ്ടിലേക്ക് റീസ്റ്റോർ ചെയ്യുന്ന രീതിയിലും നമുക്കൊരു ഗ്രീൻ ബിൽഡിങ്ങിൽ മാറ്റം വരുത്താവുന്നതാണ്. സോ കൺവെൻഷണൽ ബിൽഡിങ്ങിൽ വരുന്ന വെള്ളം നമുക്ക് ഗ്രേ വാട്ടറും ബ്ലാക്ക് വാട്ടറും റൺ ഓഫുമായിട്ട് നഷ്ടപ്പെടും. പക്ഷേ ഗ്രീൻ ബിൽഡിങ്ങിൽ ഗ്രേ വാട്ടറിന് നമുക്ക് റീയൂസബിളായിട്ട് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാം. റെയിൻ വാട്ടർ നമുക്ക് ഹാർവെസ്റ്റും ചെയ്യാം. ഓക്കെ, അത്രയാണ് ഇതിൽ വരുന്ന കാര്യം. സോ ബ്ലാക്ക് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സ്ചർ ഓഫ് യൂറിൻ, ഫെക്കേസ് ആൻഡ് ഫ്രഷ് വാട്ടർ അലോങ് വിത്ത് ദ ക്ലെൻസിങ് വാട്ടർ. ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന വാട്ടറിനെയാണ് ക്ലെൻസിങ് വാട്ടർ എന്ന് പറയുക. സോ അത്തരത്തിലുള്ള ആ ഒരു മിക്സ് ഓഫ് വാട്ടറിനെയാണ് ബ്ലാക്ക് വാട്ടർ എന്ന് പറയുന്നത്. ഡൊമസ്റ്റിക് എക്യുപ്മെൻറ്റ്സ് അതർ ദാൻ ടോയ്ലറ്റ്സ് ലൈക്ക് ബാത്ത് ടബ്, ഷവർ, സിങ്ക്, വാഷിംഗ് മെഷീൻസ് എക്സെട്ര അതിനെയാണ് നമ്മൾ ഗ്രേ വാട്ടർ എന്ന് പറയുന്നത്. സോ ഗ്രേ വാട്ടർ നമുക്ക് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാം എന്നുള്ളത് തന്നെയാണ് മെയിൻ ഫാക്ടർ. ഓക്കെ, സോ കൺവെൻഷണൽ ബിൽഡിങ്ങിൽ പോർട്ടബിൾ വാട്ടറും ബ്ലാക്ക് വാട്ടർ അല്ലെങ്കിൽ ഗ്രേ വാട്ടർ അതുപോലെ റെയിൻ വാട്ടർ റൺ ഓഫ് ആയിട്ടും നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. ഗ്രീൻ ബിൽഡിങ്ങിൻ്റെ കേസിൽ പോർട്ടബിൾ വാട്ടർ ഗ്രേ വാട്ടർ ആവും. ആ ഗ്രേ വാട്ടർ നമുക്ക് റീസൈക്കിൾ ചെയ്തിട്ട് മറ്റു പല പർപ്പസിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ബ്ലാക്ക് വാട്ടറും അതുപോലെ റൺ ഓഫ് വാട്ടറും നമുക്ക് നഷ്ടപ്പെടുക തന്നെ ചെയ്യും. ഓക്കെ, സോ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഈ പറഞ്ഞ രണ്ട് ലേഔട്ട് വെച്ചിട്ടാണ് നമുക്ക് വാട്ടർ മാനേജ്മെൻറ്റിൻ്റെ സ്ട്രാറ്റജി ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി എന്താണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി അതർ ആസ്പെക്ട്സ് ഓഫ് വാട്ടർ മാനേജ്മെൻറ്റ് ഇൻ ഗ്രീൻ ബിൽഡിംഗ് ആർ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഫെസിലിറ്റീസ്. അതായത് നമ്മൾ മഴവെള്ള സംഭരണി അല്ലെങ്കിൽ മഴവെള്ളം സ്റ്റോർ ചെയ്ത് നമ്മുടെ മറ്റ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുക അല്ലെങ്കിൽ അത് സ്റ്റോർ ചെയ്യാനുള്ള സഫിഷ്യൻറ്റ് കപ്പാസിറ്റി എൻഷുർ ചെയ്യുന്ന ബിൽഡിംഗ് കോമ്പണൻസ് സെറ്റ് ചെയ്യുക എന്നുള്ളത് വാട്ടർ മാനേജ്മെൻറ്റിലുള്ള ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നല്ല ഒരു സീസണൽ റെയിൻഫാൾ വെച്ചിട്ട് നമുക്കൊരു ഹ്യൂജ് എമൗണ്ട് ഓഫ് വാട്ടർ കളക്ട് ചെയ്യാനും നമ്മുടെ ഡിഫറൻറ്റ് പേർപ്പസിന് വേണ്ടി ഉപയോഗപ്പെടുത്താനും പറ്റും. അതുപോലെ തന്നെ plumbing arrangements are done in such a way that potable water is used for potable purpose only.
പ്ലംബിംഗ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുമ്പോൾ പോർട്ടബിൾ വാട്ടർ പോർട്ടബിൾ ആയിട്ടുള്ള പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക എന്നുള്ള രീതിയിലുള്ളൊരു ലേഔട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ദെൻ ഡുവൽ പ്ലംബിംഗ് സിസ്റ്റം ക്യാൻ ബി അഡോപ്റ്റഡ്. അതായത് ഒന്ന് പോർട്ടബിൾ വാട്ടർ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനു വേണ്ടി മാത്രമുള്ളതും സെക്കൻഡ് പ്ലംബിംഗ് ലേഔട്ട് റീസൈക്കിൾഡ് വാട്ടർ അല്ലെങ്കിൽ ഫ്ലഷ് വാട്ടറിന് വേണ്ടി മാത്രമുള്ളതുമായിട്ട് ഉപയോഗിക്കുക. ജസ്റ്റ് ലൈക്ക് നമ്മളിപ്പോൾ ഒരു കിച്ചണിലൊരു പൈപ്പ് ഉണ്ട് എങ്കിൽ അതിലൂടെ പോർട്ടബിൾ വാട്ടറാണ് വരുന്നത്. സോ നമുക്ക് റീസൈക്കിൾ ചെയ്ത വെള്ളം ആ പൈപ്പിലൂടെ തന്നെ വരിക എന്ന് പറഞ്ഞാൽ കിച്ചൻ്റെ കേസിൽ നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. സോ അത്തരത്തിൽ റീസൈക്കിൾഡ് വാട്ടർ വേണ്ട ഏരിയാസിൽ ചിലപ്പോൾ ഗാർഡനിങ്ങിനായിരിക്കാം അല്ലെങ്കിൽ അത്ര എവിടെയാണോ വേണ്ടത് ആ ഏരിയയിലേക്ക് നമ്മൾ സെപ്പറേറ്റ് ഒരു പ്ലംബിംഗ് ലേഔട്ട് കൂടെ കൊടുക്കുകയാണെങ്കിൽ റീസൈക്കിൾഡ് വെള്ളം ആ ഒരു പെർട്ടിക്കുലർ ലേഔട്ടിലൂടെ മാത്രം വരും, പോർട്ടബിൾ വാട്ടർ മറ്റിൽ ഒരു സെപ്പറേറ്റ് ആൾറെഡി ഫിക്സ് ചെയ്ത ലേഔട്ടിലൂടെയും വരും. സോ അങ്ങനെ നമുക്ക് രണ്ട് വെള്ളവും അതിൻ്റെ പർപ്പസ്ഫുള്ളി വേണ്ട ഏരിയാസിൽ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ. ദെൻ ടോയ്ലറ്റ്സിൽ നമ്മൾ ലോ വാട്ടർ കൺസ്യൂമിങ് ഫ്ലഷസ് ഉപയോഗിക്കുക. ഫ്ലഷസ് നമ്മൾ ടോയ്ലറ്റ്സിലെല്ലാം ഉപയോഗിക്കുമ്പോൾ വളരെയധികം എമൗണ്ട് ഓഫ് വാട്ടർ നമുക്ക് ചിലവാകുന്നുണ്ട്. സോ അത് മിനിമം ആയിട്ടുള്ള രീതിയിലുള്ള ഫ്ലഷസ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ദെൻ വാഷ് ടാപ്സ് ആർ കൺട്രോൾ വിത്ത് മോഷൻ സെൻസേഴ്സ്. ടാപ്സ് നമ്മൾ മോഷൻ സെൻസേഴ്സ് വഴി ഉള്ള രീതിയിൽ കണക്ട് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എപ്പോഴാണോ അവിടെ ഹാൻഡ്സ് എല്ലാം കണ്ട് പോയി മോഷൻ സംഭവിക്കുന്നത് ആ സമയത്ത് മാത്രമേ വെള്ളം ഫ്ലോ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് അൺവാണ്ടഡ് ടൈംസിലുള്ള വേസ്റ്റേജ് ഓഫ് വാട്ടർ കുറയ്ക്കാൻ സാധിക്കും. ഓക്കെ. ദെൻ ഗ്രേ വാട്ടർ ഫ്രം കിച്ചൺ, ബാത്ത്, ലോണ്ടറി ഷാൾ ബി ട്രീറ്റഡ് ആൻഡ് റീയൂസ്ഡ് ഫോർ ഇറിഗേഷൻ, കൂളിംഗ് ടവർ ഓഫ് എയർ കണ്ടീഷൻ എക്സെട്ര. ഇറിഗേഷൻ പർപ്പസിന്, ഗാർഡനിങ്ങിന്, അതുപോലെ എയർ കണ്ടീഷനിങ്ങിൻ്റെ കൂളിംഗ് ടവറിൽ ഉപയോഗിക്കാൻ, ഫ്ലഷിംഗ് പർപ്പസിനെല്ലാം വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഗ്രേ വാട്ടറിനെ റീയൂസ് ചെയ്യാം അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. ദെൻ വാട്ടർ എഫിഷ്യൻറ്റ് ടോയ്ലറ്റ്സ് 2 to 3 liters ഓഫ് വാട്ടർ ഫ്ലഷിങ്ങിന് കൺവെൻഷണൽ ഫ്ലഷേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ 2 to 3 liters മാത്രം ആവശ്യമുള്ള വാട്ടർ എഫിഷ്യൻറ്റ് ടോയ്ലറ്റ്സ് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ദെൻ വാക്വം ടോയ്ലറ്റ്സ് നമ്മൾ പബ്ലിക് റെസ്റ്റ് റൂംസിലും കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിലെല്ലാം എയർക്രാഫ്റ്റ്സ് പോലുള്ളതെല്ലാം വാക്വം ടോയ്ലറ്റ്സിൻ്റെ ഒരു യൂസേജ് നമ്മൾ കണ്ടുവരുന്നുണ്ട്. സോ അത് വൈഡ്ലി ആക്സെപ്റ്റബിൾ ആയാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വാട്ടർ മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും. ദെൻ വാട്ടർലെസ് ടോയ്ലറ്റ്സ് ഓർ കമ്പോസ്റ്റിംഗ് ടോയ്ലറ്റ്സ്. വാട്ടറിൻ്റെ റിക്വയർമെൻറ്റ് ഇല്ലാത്ത തരത്തിലുള്ള ടോയ്ലറ്റ്സാണ് ഹ്യൂമൻ എക്സ്ക്രീറ്റ വാക്വം യൂസ് ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്ത് വേസ്റ്റ് റിമൂവ് ചെയ്യുന്ന കമ്പോസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് വാട്ടർലെസ് ടോയ്ലറ്റ്സിൽ വരുന്നത്. സോ ഇവിടെ നമ്മുടെ ടോയ്ലറ്റ്സിന് താഴത്തായിട്ട് ഒരു കമ്പോസ്റ്റിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ളൊരു പിറ്റ് കൂടെ അഡീഷണലായിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ഓക്കെ. ദെൻ വാട്ടർ എഫിഷ്യൻറ്റ് യൂറിനൽസ് നമുക്ക് ഓഫീസ്, ഹോട്ടൽസ്, തിയേറ്റേഴ്സ് പോലുള്ള ഏരിയാസിൽ ഉപയോഗിക്കാം. ഇതും നമ്മുടെ നോർമൽ യൂറിനൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ 2.8 liters ഓഫ് വാട്ടർ മാത്രമേ പെർ ഫ്ലഷിൽ ഉപയോഗിക്കുന്നുള്ളൂ. സോ അത്തരത്തിൽ നമുക്ക് വാട്ടറിൻ്റെ എമൗണ്ട് അവിടെയും കുറയ്ക്കാം. ഇവിടെ ഈ വെള്ളത്തിൻ്റെ എമൗണ്ട് കുറയ്ക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓയിൽ ബാരിയേഴ്സാണ് നമ്മൾ വാട്ടർ സീലിന് പകരം ഇത്തരം ഫ്ലഷിംഗ് ഏരിയാസിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ. ആൻഡ് ദ ലാസ്റ്റ് വൺ, യൂസിങ് വാട്ടർ എഫിഷ്യൻറ്റ് അപ്ലയൻസസ് ലൈക്ക് വാഷിംഗ് മെഷീൻസ് ആൻഡ് ഡിഷ് വാഷേഴ്സും വാഷിംഗ് മെഷീൻസ് എല്ലാം വാട്ടർ എഫിഷ്യൻസ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കുക എന്നുള്ളതും കൂടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പരിധി വരെ ഗ്രീൻ ബിൽഡിങ്ങിൽ വാട്ടർ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ വാട്ടർ എഫിഷ്യൻസി എൻഷുർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ വരുന്നത്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഏരിയയാണ്. എന്താണ് ഗ്രീൻ ബിൽഡിംഗ് എന്നുള്ളതിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ്സ്, അതുപോലെ തന്നെ ഗ്രീൻ ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, ദെൻ എനർജി സിസ്റ്റംസ് ഇൻ ഗ്രീൻ ബിൽഡിംഗ്, അതുപോലെ തന്നെ വാട്ടർ മാനേജ്മെൻറ്റ് ഇൻ ഗ്രീൻ ബിൽഡിംഗ്, ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. സോ ഇതിൽ ഈ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് പറഞ്ഞതിൽ ഏതെങ്കിലും മെറ്റീരിയൽസോ അല്ലെങ്കിൽ ഏതെങ്കിലും ടേംസൊക്കെ ക്ലാരിറ്റി കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ഈ ഓരോ മെറ്റീരിയൽസിൻ്റെയും ഇമേജസ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എക്സാക്റ്റ് ഏതാണ് മെറ്റീരിയൽ എന്താണ് എന്നുള്ളത് ഡയറക്റ്റ്ലി കണ്ടുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ് ആക്ച്വലി ഗ്രീൻ ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇതിൽ എനർജി സിസ്റ്റവും അതുപോലെ തന്നെ വാട്ടർ മാനേജ്മെൻറ്റ് സ്ട്രാറ്റജിയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെല്ലാം ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു സെഷനാണ്. ഓക്കെ. താങ്ക് യു.